വിജയൻ എന്ന് പറഞ്ഞ ഭൂതത്തിനെ ഇറക്കി വിട്ട് UDF ജയിപ്പിച്ചു വിട്ട മലയാളികളൊക്കെ ഇപ്പൊ എന്താ? സുഹൃത്തുക്കളെ, ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭൂതത്തെന്ന് ഇദ്ദേഹം ഉദ്ഘാടന സമയത്ത് തന്നെ പറയുന്ന സമയത്ത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഭൂതത്തിനെ ഇറക്കി വിട്ട് UDF ജയിപ്പിച്ചു വിട്ട. എന്റെ സുഹൃത്തുക്കളെ, സംശയിക്കുന്നു വേണ്ട, ഇത് സീക്രട്ട് ഏജന്റ് ആണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ആ മനുഷ്യനെ പേഴ്സണലി തന്നെ ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നാണ് ഇദ്ദേഹത്തിന് സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, കാരണം ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. അതിന് എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. കോൺഗ്രസ്സുകാരനായിട്ടുള്ള, ഒരു തീവ്ര കോൺഗ്രസ്സുകാരനായിട്ടുള്ള, കമ്മ്യൂണിസം ഒരു കാരണവശാലും കേരളത്തിൽ ഇനി വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഇദ്ദേഹം പോലും വെറുത്തുപോയി ഈ അധികാരത്തല്ലിൽ. നാണമില്ലേ എന്നുള്ളതാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. കേൾക്കൂ. മലയാളികളൊക്കെ ഇപ്പൊ എന്താ കോമാളികളായി നമ്മള്? അല്ല, ഈ ഇന്ദിരാഭവന്റെ മുന്നിക്ക് നോക്കിയിരിക്കണം. മേൽക്കൂരന്റെ മുകളിക്ക് വെള്ളപ്പുക പൊന്തിയാൽ KC, കറുത്ത പുക പൊന്തിയാൽ RC, ഇല്ല ഇനി രണ്ടിന്റെയും കൂടി പുക ഒന്നിച്ചു പൊന്തി കഴിഞ്ഞാൽ വീടിന്ന്. അങ്ങനെ മനസ്സിലാവണില്ല. എടേ, ഐക്യജനാധിപത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ വെറും ഐക്യമില്ലാത്ത ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞിട്ടാണ് നാട്ടുകാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ ഈ കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ ഇപ്പോ കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു തല്ലുണ്ടല്ലോ, നാണക്കേടാണ് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് വോട്ട് എന്ന് പറയുന്ന പരിപാടി ചെയ്തിട്ടില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ടായിരിക്കും. ആദ്യമായിട്ട് ഇത് വോട്ട് ചെയ്യുകയും ഈ വോട്ടെടുപ്പിന് ശേഷം അത് റിസൾട്ട് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ കോൺഗ്രസ്സുകാരൊക്കെ ചെയ്തു കൂട്ടുന്നൊക്കെ ആദ്യമായിട്ട് കാണുന്ന കുറെ കിഡുകളുണ്ട്. ഇപ്പോൾ ഒരു പുതുതായിട്ട് വോട്ട് ചെയ്യാൻ കിട്ടി ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ, കാരണം അവർക്ക് 18 മുമ്പായിരുന്നല്ലോ, അവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര തമാശയായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. എനിക്കൊക്കെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. CPM ഒരു ഇടതുപക്ഷമാണ് പരാജയപ്പെടുന്ന കാണുമ്പോഴേ നമുക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു, ഒരു സംശയമില്ല. ഇങ്ങനെയൊന്നും പരാജയപ്പെടുന്നു വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര രസാന്നേ. എന്തായാലും തുടക്കം തന്നെ ഇടുക്കിയിലത്തെ കുറച്ച് പാവങ്ങളുടെ വീട് കശാപ്പിന് കൊടുത്തിട്ടാണ് ഇദ്ദേഹം അധികാരത്തിൽ കയറുന്നത്. കുറച്ച് പാവങ്ങളുടെ കണ്ണീര്, എന്താ പറയാ, ചില പാൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ചില നല്ല കാര്യങ്ങൾ എന്ന് പറയുന്ന സംഗതിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ ബലി കൊടുക്കണം എന്നൊക്കെ പറയും. അതേപോലെ ഇടുക്കി പൂപ്പാറയിലെ കുറച്ച് ആൾക്കാരെ ബലി കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ രക്തം കൊടുത്തിട്ടാണ് ഇദ്ദേഹം അധികാരത്തിൽ കയറുന്നുണ്ടായിരിക്കുക. ഏത് കോൺഗ്രസ് നേതാവായാലും ഇങ്ങനെയൊക്കെ പറയാൻ കാരണേ, ഇവരാണിപ്പോൾ അധികാരത്തിൽ എന്തു പറഞ്ഞാലും അല്ലേ ഉള്ളത്. LDF പാടെ തകർന്ന് തരിപ്പണായി. ഒരു ഫോൺ കോൾ കൊണ്ട് അവിടെ നടക്കാൻ പോകുന്ന ആ ഒരു വീടുകളുടെ ഇടിച്ചിടൽ വേണമെങ്കിൽ അവർക്കൊന്ന് നിർത്തിവെക്കാമായിരുന്നു. കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. ഇഷ്ടപ്പെട്ട് കുത്തിയതല്ലേ, അനുഭവിച്ചോ എന്ന് നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സീക്രട്ട് ഏജന്റിന്റെ വർത്തമാനം കേൾക്കാം. ഒരു സൈഡിൽ മുഖ്യമന്ത്രി ആരാന്ന് തീരുമാനമാവുന്നില്ല. അപ്പുറത്ത് തമിഴ്നാട്ടിൽ ഒരാൾക്ക് കിട്ടിയിട്ട് മുഖ്യമന്ത്രി ആവാൻ പറ്റായിട്ട് ഇവിടെ ആരാന്ന് നമുക്ക് മനസ്സിലാവണേയില്ല. നാട്ടുകാർക്കൊക്കെ വേണ്ടത് VD. പക്ഷെ ഇവിടെ കുറെ ആൾക്കാർ KC എന്ന് പറയുന്നു, RC എന്ന് പറയുന്നു. ഇതിപ്പോ എന്താ ഉണ്ടായ അറിയോ? കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല രീതിയിൽ അവർക്ക് വൈറ്റ് വാഷ് ആവാനുള്ള ഒരു സിറ്റുവേഷൻ ഇവരെന്നെ അങ്ങോട്ട് ചെയ്തു കൊടുക്കും. വൈറ്റ് വാഷ് ആവാനുള്ള സിറ്റുവേഷൻ ഒന്നല്ല. ആര് വന്നിട്ട് കമ്മ്യൂണിസ്റ്റത്തെ വൈറ്റ് വാഷ് ഒന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകാർ കൃത്യമായിട്ടും അവരുടെ നിലപാടുകളോട് തന്നെ നിന്നിട്ടുള്ളത്. ഇവിടുത്തെ ആളുകൾക്ക് UDF വേണമെന്നുള്ള അപാരമായിട്ട് ആഗ്രഹം കൊണ്ടുപോയി കുത്തിയതാ. അനുഭവിച്ചോളേ. ഇതന്നെയായിരിക്കും ഇനിയിപ്പോ 5 വർഷം നടക്കാൻ പോണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സംശയമില്ല. ഇതിനിടയിൽ മാത്യു കുഴൽനാടനെ മുസ്ലിം ലീഗ് മാത്യു കുഴൽനാടനെ ഇതൊരു പഴയ ഒരു സാധനമുണ്ട്. ഏത് ഗ്രൂപ്പ് തല്ല് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിയും വലിയായിരിക്കും. സ്റ്റേജ് കാണുന്നത് അതന്നെയായിരിക്കും. മന്ത്രിസഭയിലും മുന്നിൽ നിന്ന് നയിച്ചത് VD ആണെങ്കിൽ VDക്ക് കൊടുത്തിട്ട് പോകണം. അതിനിടയ്ക്ക് എന്തിനാ RCയും KCയും കയറിപ്പോരുന്നത്? പൊതുവികാരം എന്താ നോക്കണ്ടേ? ഹൈക്കമാൻഡ് അതാണ് ചെയ്യേണ്ടത്. ഇതെന്താ അറിയോ? ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഹൈക്കമാൻഡിന്റെ ചരിത്രത്തിൽ ഇതുവരെ കോൺഗ്രസിൽ പൊതുവികാരം അവർ മാനിച്ചിട്ടില്ല. അത് ഇവിടെ മാത്രമല്ല, എവിടെയും അവർ ഈ പൊതുവികാരം മാനിച്ചിട്ടില്ല. അവർക്ക് ഹൈക്കമാൻഡിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകൾ ആരാണോ, ഹൈക്കമാൻഡുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരാണോ, അവർക്കേ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത്തവണ മുഖ്യമന്ത്രി ആവാൻ പോകുന്നത് RC ആണ്. RC മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ VD സതീശൻ ഇറങ്ങിപ്പോവുമോ, വനവാസത്തിന് പോവുമോ,
ഈ എന്താ പറയാ കോൺഗ്രസിനെ അപ്പാടെ മുടിച്ചു കളയുമോ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നീ പറ കേക്കട്ടെ. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പിടിപ്പ് കെട്ട ഒരു നേതാവിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് പറയാം, നീ ഒരു കോൺഗ്രസ് തന്നെ ഇങ്ങനെയൊക്കെ പറയാമോ? ഹൈക്കമാൻഡില് രാഹുൽ ഗാന്ധി അടക്കമുള്ളവര് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണ്ടേ? ഒരു സ്റ്റേറ്റിനെ ഒരു എലക്ഷൻ നയിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഡി സതീശനാണത്. അപ്പോ ഇദ്ദേഹത്തിന് ആഗ്രഹം വി ഡി സതീശനാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം നമ്മുടെ പിണറായി വിജയനൊക്കെ പറഞ്ഞ ചില വാക്കുകളൊക്കെ ഉണ്ട്, നോക്കാം. ഈ 4 ഫലം വരുമ്പോൾ ഒരു സംശയമില്ല, LDF ആയിരിക്കും മുന്നിൽ. എത്ര സീറ്റ് കിട്ടും? അത് നേരത്തെ ഉള്ളതിൽ കൂടുതൽ സീറ്റ് ഉണ്ടാവും. 100 മേളിൽ പോകും. നേരത്തെ ഉള്ളതിൽ കൂടുതൽ, അത് 100 മേലെ തന്നെ പോകും. കണ്ടില്ലേ, ഇദ്ദേഹം അത്രയ്ക്ക് ദേഷ്യമാണ് ആരോട്? പിണറായി വിജയൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കളിപ്പിച്ചിട്ടുണ്ട്. കളിപ്പിക്കൽ കഴിഞ്ഞിട്ടില്ല, ഒരു കളിപ്പിൽ കൂടി കേട്ടോക്കൂ, അപ്പൊ മനസ്സിലാവും. 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട്സ് വരുന്ന സമയത്ത് LDF തുടരുകയാണെങ്കിൽ ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ആരുമല്ല, പിണറായി വിജയൻ. പോരെ, സമാധാനമായി. ഇനി എന്റെ പേഴ്സണൽ അഭിപ്രായം ചോദിച്ചാൽ പിണറായി വിജയൻ ആവാൻ പാടില്ല. അത് ശൈലജ ടീച്ചറോ ഗോവിന്ദനോ റിയാസോ ആര് വേണേ ആയിക്കോട്ടെ, ദയവേത് ഇയാൾക്ക് കൊടുക്കരുത്. ഭൂതത്തിനെ സഹിക്കാൻ വയ്യ. കണ്ടില്ലേ, ഭൂതത്തിന് സഹിക്കാൻ വയ്യ എന്നുള്ളതാണ്. ഭൂതം എന്നല്ലാതെ വേറെ അപ്പുറം വർത്തമാനങ്ങളൊന്നും പിണറായി വിജയനെ കുറിച്ചിട്ട് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഗംഭീരമായിട്ട് പിണറായി വിജയനെയും പിണറായി വിജയന്റെ പാർട്ടിയെയും കളിപ്പിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്തിരുന്ന സീക്രട്ട് ഏജന്റിന് അടക്കം സഹിക്കുന്നില്ല ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കളി. എന്തായാലും അധികാരത്തിൽ കയറി 3 ദിവസമായി നമ്മുടെ കേരളത്തിലൊരു ഗവൺമെന്റ് ഇല്ല കേട്ടോ. കേരളത്തിലൊരു ഗവൺമെന്റ് ഇല്ല. 3 ദിവസമായി, 3-4 ദിവസമായി. ഇനി എത്ര ദിവസം ഇത് നീളുന്നൊരു പിടുത്തമില്ല. ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ മഹാമണ്ടന്മാരും പൊട്ടന്മാരായി. എന്നിട്ട് അവരിപ്പോ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഇനി അവരുടെ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് അവരാരെങ്കിലും തീരുമാനിക്കട്ടെ എന്ന്. എന്തൊരു നാറിയ കളികളാണല്ലേ. ബൈ.